ഹായ് ഹലോ എല്ലാവർക്കും യൂസ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ ഒരു സാരിയെ നമ്മൾ ധാവണിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സ്റ്റിച്ചിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഈ സാരി എന്ന് പറയുന്നത് പീക്കോക്ക് കളർ ആണ്. അതുപോലെ തന്നെ അതിൽ കുറച്ച് ചെക്ക് ലൈൻസ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ബുട്ട വർക്കും വരുന്നുണ്ട്. ബോർഡർ നേവി ബ്ലൂ ആയിട്ടുള്ള ഒരു ബോർഡറുമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയ ബോർഡറായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് സാരി ആയിട്ട് ഉടുക്കണ്ട ധാവണിയായിട്ട് ഉടുക്കാമെന്ന് ഒന്ന് വിചാരിച്ചത്. പിന്നെ ധാവണി എടുക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ആദ്യത്തെ പരീക്ഷണമാണ് സാരിയെ ധാവണിയാക്കി കൺവേർട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ പരീക്ഷണം ആയതുകൊണ്ട് തന്നെ പാളിപ്പോകുമോ എന്നുള്ള നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു അടിച്ചു കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇത് കണ്ടിട്ട് പാളിപ്പോയിട്ടൊന്നുമില്ല എന്നുള്ള ആ ഒരു നിഗമനത്തിലെത്താൻ പറ്റി. പിന്നെ ഈ ഒരു സാരി നമുക്ക് പട്ടോടെയൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം അതിൻ്റെ ആ ഒരു ബോർഡറും അതുപോലെ തന്നെ ബോഡി പോർഷനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗ്ലൈസിങ് ഉള്ള രീതിയിലായിരുന്നു കേട്ടോ. പിന്നെ താഴത്തെ ബോർഡർ മാത്രം നിർത്തിക്കൊണ്ട് നമ്മൾ മുകളിലുള്ള ബോർഡർ കട്ട് ചെയ്ത് മാറ്റുകയാണ്. കാരണം ഈ ഒരു ബോർഡർ എടുത്തിട്ട് നമുക്ക് ഇനി ഷാളിൽ ബോർഡറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് കട്ട് ചെയ്ത് ഒരു സൈഡിലുള്ള ബോർഡർ മുഴുവൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിനായിട്ട് നേവി ബ്ലൂവിൽ ഇതുപോലെ ഒരു ബോർഡർ കയ്യിന് വരുന്ന രീതിയിലാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഉടുത്ത് തുടങ്ങുന്ന ആ ഒരു സൈഡിൽ പീക്കോക്ക് ബ്ലൂ പ്ലെയിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാണ്ടായിരുന്നു. അപ്പോഴേക്കും ബോർഡറും പല്ലും അതുപോലെ നമ്മൾ ഉടുക്കുന്ന സൈഡൊക്കെ വേറെ വേറെ ആയതുകൊണ്ട് തന്നെ ഒരു 1.25 മീറ്ററോളം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാണ്ടായിരുന്നു. ബാക്കി വരുന്ന തുണി വെച്ചിട്ടാണ് പിന്നെ നമ്മൾ സ്കേർട്ട് തയ്ക്കുന്നത്. അപ്പം ഞാൻ അത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സാരിയൊക്കെ എടുത്തിട്ട് ധാവണിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ മാക്സിമം ഏകദേശം എല്ലാ സൈഡും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് നോക്കുക. വലിയവർക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ തടിയുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ബോഡിയുടെ പോർഷനും പല്ലും മാത്രമല്ലാതെ ഒരുമിച്ച് ഏകദേശം കിട്ടുന്ന രീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഉടുത്ത് തുടങ്ങുന്ന സൈഡ് വേറെയും അതുപോലെ തന്നെ ബോഡി പോർഷൻ വേറെയും പിന്നെ വരുന്ന പല്ല് വേറെയും ബ്ലൗസ് പീസ് വേറെയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കുറച്ച് തുണീൻ്റെ കുറവ് വരും. അപ്പോൾ അങ്ങനെയല്ലാതെ മാക്സിമം നമ്മൾ ഉടുത്ത് തുടങ്ങുന്ന അവിടെ നിന്ന് തന്നെ ഒരേപോലെയാണെങ്കിൽ നമുക്ക് കുറച്ച് അത്യാവശ്യം തുണി കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് ഞൊറിവൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു തുണി തികയൂലേ വെട്ടിക്കഴിഞ്ഞാലോ എന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വന്നില്ല. സാരി നിവർത്തി നോക്കുന്നതിൻ്റെ മുന്നേ ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊന്ന് പൊന്നൂസിനും കൂടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ കിട്ടും എന്നുള്ളതായിരുന്നു. പിന്നെ എൻ്റെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു തീരുമാനമായി അതിന്ന് പൊന്നൂസിന് കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബോർഡർ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ബോർഡർ ബ്ലൗസ് പീസിലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മാക്സിമം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു ബോർഡറുകൾ. അപ്പോൾ പൊന്നൂസിന് ഇതിന്ന് സെയിം തുണി കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരുപോലെ എനിക്കും പൊന്നൂസിനും ഒരേപോലത്തെ ഒരു ഔട്ട്ഫിറ്റ് വേണമെന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് ആ ഒരു പീക്കോക്ക് ബ്ലൂ കളർ ഞാൻ പുറത്ത് പോയിട്ട് വേറെ വാങ്ങിച്ചതായിരുന്നു. ഒരു ബ്രൊക്കേഡിൻ്റെ പീക്കോക്ക് ബ്ലൂവിൻ്റെ ആ ഒരു തുണി വാങ്ങിച്ചു. പിന്നെ നമ്മളിതിൻ്റെ ബോർഡർ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ആദ്യം മുഴുവനായിട്ടും സ്കേർട്ട് ഫുള്ളായിട്ടും കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഫ്രണ്ടിൽ മാത്രം കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബ്ലൗസ് പീസിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ബോർഡറിൻ്റെ പീസുകൾ നമ്മൾ ഏച്ചിട്ടൊക്കെയാണ് പൊന്നൂസിൻ്റെ സ്കേർട്ടിൻ്റെ താഴെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ബോർഡർ ഇതാക്കണ ഇതുപോലെ ഭംഗിയിൽ നമ്മൾ ഒരേ മോഡലിൽ വരുന്ന രീതിയിൽ തന്നെ രണ്ട് സൈഡിലും നമ്മൾ ബോർഡർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഷാളിൻ്റെ അതായത് 2.25 എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഷാളിൻ്റെ ലെങ്ത്ത്. അത്രയും അതിൻ്റെ 3 സൈഡ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോർഡർ. അതിനുള്ള മെറ്റീരിയൽ നമുക്കൊരു സാരിയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഉടുത്ത് തുടങ്ങുന്ന ആ ഒരു ഭാഗമാണ് ഞാൻ ബ്ലൗസിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പല്ലു പോർഷനാണ് പിന്നെ സ്ലീവിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബ്ലൗസ് പീസായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു പ്ലെയിൻ നേവി ബ്ലൂ കളർ വെച്ചിട്ടാണ് പൊന്നൂസിന് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ രണ്ടാളത് ഏകദേശം ഒരേപോലെ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരേപോലത്തെ ഡ്രസ്സായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ രണ്ടുപേരും ഇട്ടിട്ടുള്ള ആ ഒരു ഫൈനൽ ലുക്ക്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും ലവ് യു ബൈ.